ജോലിയിൽ ചെറിയൊരു തെറ്റ് പറ്റിയാൽ അല്ലെങ്കിൽ ഒരു ഡെഡ് ലൈൻ മിസ്സായാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? നമ്മളെ തന്നെ കുറ്റപ്പെടുത്തും, അല്ലേ? എനിക്കിതിന് കഴിയില്ല, അല്ലെങ്കിൽ ഞാനൊരു പരാജയമാണ്, ഞാനൊക്കെ ഒരു ജോലി ചെയ്യാൻ യോഗ്യനല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ തന്നെ അങ്ങ് നിഷ്കരണം നമ്മളെ ഹർട്ട് ചെയ്യും. എന്നാൽ ഇതേ പ്രശ്നം നമ്മുടെ ഒരു സുഹൃത്തിനാണ് വരുന്നതെങ്കിലോ നമ്മൾ ഇങ്ങനെയാണോ പറയുന്നത്? ഇല്ല. അവിടെയാണ് സെൽഫ് കമ്പാഷൻ അഥവാ സ്വയത്തോടുള്ള കരുണയുടെ പ്രസക്തി എന്ന് പറയുന്നത്. കരിയറിൽ വിജയിക്കാൻ കുറെ കഠിനാധ്വാനം എന്നുള്ള കോൺസെപ്റ്റ് മാത്രം പോരാ. ഇത്തരത്തിൽ പരാജയപ്പെടുമ്പോൾ നമ്മളോട് തന്നെ ദയ കാണിക്കാനും പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇതെങ്ങനെ പ്രാക്ടീസ് ചെയ്യാം? അതിനുവേണ്ടിയുള്ള 5 ലളിതമായ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. 1. തെറ്റുകളെ ഒരു പാഠമായി കാണുക. ജോലിയിൽ എന്തെങ്കിലും പിഴവ് സംഭവിക്കുമ്പോൾ എനിക്കിതിന് കഴിയില്ല, ഞാനൊരു പരാജയമാണ് എന്ന് ചിന്തിക്കുന്നതിന് പകരം ഞാൻ പുതിയൊരു കാര്യം പഠിക്കുകയാണ്, തെറ്റുകൾ സ്വാഭാവികമാണ് എന്ന് സ്വയം പറയുക. സ്വയം വിമർശിക്കുന്നതിന് പകരം ആ സമയത്തിനെ എനിക്കുണ്ടായ മിസ്റ്റേക്കുകളെ ഏത് രീതിയിൽ തിരുത്താൻ ക്രിയേറ്റീവായി ഉപയോഗിക്കാം എന്ന് ചിന്തിക്കാൻ പഠിക്കുക. 2. ബ്രേക്കുകൾ. നിങ്ങൾ ഈ ബ്രേക്കുകൾ ജോലി ചെയ്യുന്ന സമയത്ത് കൃത്യമായ ഇടവേളകളിൽ ഓരോ 5 മിനിറ്റ് കൂടുമ്പോൾ പരമാവധി നിങ്ങൾ എണീക്കുകയോ വെള്ളം കുടിക്കുകയോ ബ്രീത്തിങ് എടുക്കുകയോ ഒരു ചായ കുടിച്ചിട്ട് വരുന്നതൊക്കെ ചെയ്യുന്നത് നിങ്ങളോട് തന്നെ കരുണ ചെയ്യുന്നതിന്റെ ഒരു ഭാഗമാണ്. ഇത്തരത്തിൽ ചെയ്യുന്നത് നിങ്ങളുടെ മൈൻഡിനെ റീസെറ്റ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആവുന്നതായിരിക്കും. ജോലിഭാരം കൂടുമ്പോൾ എനിക്ക് കുറച്ച് വിശ്രമമാണ് എന്ന് സമ്മതിക്കുന്നത് ഒരു പോരായ്മയല്ല, അതൊരു അഭിമാനമാണ്. 3. നോ പറയാൻ ശീലിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിലും അധികം ജോലികൾ ഏറ്റെടുക്കുന്നത് വലിയ സമ്മർദ്ദത്തിനും സെൽഫ് റെസ്പെക്ട് കുറയുന്നതിനും കാരണമാകും. നിങ്ങളുടെ പരിധിക്കപ്പുറമുള്ള കാര്യങ്ങൾ സ്നേഹപൂർവ്വം നിരസിക്കുന്നത് സ്വയം കരുണ കാണിക്കുന്നതിന്റെ ഭാഗമാണ്. ഇത് നിങ്ങളുടെ ജോലിയുടെ നിലവാരം നിലനിർത്താൻ സഹായിക്കും. സെൽഫ് കമ്പാഷൻ ഉയരും. 4. വിമർശനങ്ങളെ വ്യക്തിപരമായി എടുക്കാതിരിക്കുക. മറ്റുള്ളവരിൽ നിന്നോ മേലുദ്യോഗസ്ഥരിൽ നിന്നോ വിമർശനം കേൾക്കുമ്പോൾ അത് നിങ്ങളുടെ വ്യക്തിത്വത്തിന് നേരെയുള്ള ആക്രമണമായി കാണരുത്. അയാൾ എന്നെയാണ് പറഞ്ഞത് എന്ന് ചിന്തിക്കുന്നതിന് പകരം ആ ജോലിയെക്കുറിച്ച് മാത്രമാണ് അദ്ദേഹം പറഞ്ഞതെന്ന് മനസ്സിലാക്കുക. ഞാനൊരു പരാജയമാണ് എന്ന് ചിന്തിക്കാതെ ആ ഫീഡ്ബാക്ക് എങ്ങനെ എന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ഉപയോഗപ്പെടുത്താം, മെച്ചപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കാം എന്ന് ചിന്തിക്കുന്നതും നിങ്ങളുടെ സെൽഫ് കമ്പാഷന്റെ ഭാഗം തന്നെയാക്കാം. 5. ഓരോ ദിവസത്തെ നിങ്ങളുടെ ജോലിയിലെ ചെറിയ നേട്ടങ്ങളെ അംഗീകരിക്കുക. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇന്നത്തെ ഉണ്ടായ ദുഃഖങ്ങളെ പറ്റി അമിതമായി ചിന്തിക്കാതെ അന്ന് നിങ്ങൾ പൂർത്തിയാക്കിയ ഒരു ഡെഡ് ലൈനെ പറ്റി, ഒരു ടാസ്കിനെ പറ്റി, ഒരു ഗോളിനെ പറ്റി സ്വയം ചിന്തിക്കുന്നത് പോലും നിങ്ങളുടെ സെൽഫ് കമ്പാഷനെ ഇംപ്രൂവ് ചെയ്യുന്നതിന്റെ വലിയ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. 5ാമത്തെ കാര്യം, നിങ്ങൾ റോബോട്ടല്ല, ഒരു മനുഷ്യനാണ്. ജോലിയുടെ ഇത്തരത്തിലുള്ള വലിയ തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ജീവിതത്തിനും നിങ്ങളുടെ പേഷ്യൻസിനും മുൻഗണന നൽകുന്നത് പ്രൊഫഷണൽ വളർച്ചയെ ഗുണമേ ചെയ്യും. ഓർക്കുക, നിങ്ങൾ ഇന്ന് ചെയ്ത ഒരു നല്ല കാര്യത്തെക്കുറിച്ച് സ്വയം ഒന്ന് അഭിമാനിക്കുക. എല്ലാ ദിവസവും അഭിമാനിക്കുക. ഇതിലൂടെ തന്നെ നിങ്ങളുടെ സെൽഫ് കമ്പാഷന്റെ മാറ്റത്തിന്റെ തുടക്കമാവട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ